ഇനി ഒരു സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രധാനപ്പെട്ട 3 തരം മെയിൻ്റനൻസ് ഉണ്ട്. ഒന്ന് പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആണ്, കറക്റ്റീവ് മെയിൻ്റനൻസ് ആണ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് ആണ്. എല്ലാ മേഖലയുള്ള പോലെ തന്നെയാണ്. ഇതിൽ പലപ്പോഴും പല കമ്പനികളും ഓഫർ ചെയ്യാറുണ്ട്, ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും, ഞങ്ങൾ 30 വർഷത്തേക്ക് വാഷിംഗ് ഫ്രീ ആക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത ആ കമ്പനിയോട് കൃത്യമായി ചോദിക്കുക, നിങ്ങൾ എന്ത് തരം സർവീസുകളാണ് ഇതിന് ശേഷം തരിക. ചില കമ്പനികൾ കറക്റ്റീവ് മെയിൻ്റനൻസ് മാത്രമേ തരുള്ളൂ. എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ തീർത്തിരും. എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട കമ്പനികളൊക്കെ അതേ തരുന്നുള്ളൂ. കൂടാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്, എന്തെങ്കിലും പ്രൊഡക്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒട്ടുമിക്ക കമ്പനികൾ പ്രൊജക്റ്റിന് ശേഷം ഓഫർ ചെയ്യുന്നത് ഈ കറക്റ്റീവ് മെയിൻ്റനൻസ് ആണ്. ഈ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ്, അതായത് വാഷ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ 2-3 വർഷം കൂടുന്ന സമയത്ത് നമ്മൾ സ്ട്രക്ചർ ഒന്ന് പെയിൻറ്റ് ചെയ്യുക, ഇതൊക്കെ നിങ്ങളെ സ്വന്തം റിസ്കിന് ഏറ്റവും നല്ലത്. വാഷ് ചെയ്യുന്നത് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ്. ചില ഏരിയകളിൽ ചിലപ്പോൾ 6 മാസം കൂടി വാഷ് ചെയ്താൽ മതിയാവും. അത്ര തന്നെ പൊടി പാറാത്ത താരതമ്യേന ഈ പ്രകൃതി മലിനീകരണങ്ങൾ കുറവുള്ള ഏരിയകളിലൊക്കെ നമുക്ക് ഈ 6 മാസം കൂടി നമുക്ക് ചെയ്താൽ മതിയാകും. ചിലപ്പോൾ റോഡ് സൈഡാണ്, നല്ലത് പൊടി പാറുന്ന സ്ഥലമൊക്കെയാണെങ്കിൽ ഏറ്റവും നല്ലത് ഓരോ 3 മാസം കൂടുമ്പോൾ വാഷ് ചെയ്യുന്നതാണ്. ഇത് സ്വയം നിങ്ങൾക്ക് വാഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനിപ്പം സോളാറിനൊക്കെ കൃത്യമായി ഉപയോഗിക്കുന്ന ലിക്വിഡ്സൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ. പാനൽ പ്രോ എന്ന് പറയുന്ന ഗ്രീൻ സോളാർ തന്നെ ഉൽപ്പന്നമുണ്ട്. ഇതൊക്കെ പാനലിൻ്റെ വാഷിങ്ങിനായിട്ട് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്ത പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. സ്വയം വാഷ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ്. 2-3 മാസം കൂടുമ്പോൾ വാഷ് ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. 1-2 വർഷം കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചർ പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് സ്വയം ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ കമ്പനിയാവട്ടെ മറ്റ് കമ്പനികളൊക്കെ തന്നെയും MC പാക്കേജുകളുണ്ട്. നിങ്ങൾ 1 വർഷത്തിൽ ഇത്ര വാഷ്, 2 വർഷം കൂടുമ്പോൾ ഇത്ര പെയിൻറ്റിങ് എന്നൊക്കെ പറയുന്ന ഒരുപാട് MC പാക്കേജുകളുണ്ട്. അതെടുത്തുകൊണ്ട് നിങ്ങൾക്കത് മാനേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങൾ പൊതുവെ ഞങ്ങളെ കമ്പനി ചെയ്യുന്ന രീതി, നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മൾ MC കൊടുക്കുന്നുണ്ട്. അതല്ലാത്തവർക്കും മറ്റ് കമ്പനികൾ കൃത്യമായ സർവീസ് കിട്ടാത്തവർക്കും ഞങ്ങൾ MC ഉപയോഗിക്കാവുന്നതാണ്.